വെൽക്കം ബാക്ക് ടു PSC. ഇന്ന് നമ്മൾ ഡേ 2 ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് LGSൻ്റെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമ്മുടെ ചാനലിൽ ഇനി എല്ലാ ദിവസവും LGSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ വീഡിയോസ് കാണുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 165/24 2024 165/24 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയങ്ങളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് വൺ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണ്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണ്. വില്യം ബെൻഡിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്രം സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പും. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വതന്ത്ര സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇപ്പോൾ കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വതന്ത്ര സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇതിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഇന്ത്യൻ അൺറൈസ്ഡ്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യൻ അൺറൈസ്ഡ്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതിലേതാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ആണ് ആൻസർ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. ഏതാണ് ആൻസർ വരുന്നത്? അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്ത് ഉൽ അക്ബർ, സംബാദ് കൗമുദി. അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്ത് ഉൽ അക്ബർ, സംബാദ് കൗമുദി. ഏതാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? 2ഉം 4ഉം 3ഉം 4ഉം ശരിയാണ്. മിറാത്ത് ഉൽ അക്ബറും സംബാദ് കൗമുദിയും. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഏതാണ് രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണമെന്ന് പറയുന്നത്? ആൻസർ 1ഉം 2ഉം 3ഉം ശരിയാണെന്നാണ് കേട്ടോ. 3ഉം ശരിയാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഗാന്ധിജിയുടെ കേരള ആശ്രമവുമായി സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, തിരുവനന്തപുരം. കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, തിരുവനന്തപുരം. ഇതാണ് ആൻസർ വരുന്നത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം പാലക്കാടാണ് കേട്ടോ. EV രാമസ്വാമി നായരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അമരാവതി സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. ഏതാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം എന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹത്തിലാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മുഷക വംശം ഭരണം നടത്തിയിരുന്നത് വേണാട്, നെടുമ്പുറൈനാട്, കോലത്തുനാട്, ഏറനാട്. ആദ്യ രാജവംശമായ മുഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാണ്? എൻ്റെ ആൻസർ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. സോറി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ
G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്, ഇന്ത്യ. ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്, ഇന്ത്യ. ഏതാണ് ആൻസർ വരുന്നത്? 2024 G7 ഉച്ചകോടി നടന്നത് ഇറ്റലിയിൽ വെച്ചാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള അവകാശം, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 24. ഏതാണ് ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 24 ആണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും മുൻസിഫ് കോടതി. ഏതാണ് ആൻസർ വരുന്നത്? സുപ്രീം കോടതി, ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടുള്ളത്, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ധനബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പിന്നോക്ക വിഭാഗങ്ങളുമായി സംവരണം സംബന്ധിച്ചിട്ടുള്ളത്. ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത്? ഏതാണ്? നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ സ്ഥിരതയോടുകൂടിയ ജോലി, വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഏതാണ് വരുന്നത്? 1ഉം 3ഉം ആണ് വരുന്നത് കേട്ടോ. അതായത് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം, ഇത് രണ്ടുമാണ് വരുന്നത്. സ്വാതന്ത്ര്യാനന്തര നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കി. സൈനിക നടപടികൾ, ലയനക്കരാർ, അനുരഞ്ജനം. സൈനിക നടപടികൾ, ലയനക്കാർ, അനുരഞ്ജനം. ഏതാണ് ആൻസർ വരുന്നത്? 3ഉം ആൻസർ ആയിട്ട് വരുന്നതാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കൗതാരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഡോക്ടർ CS കൗതാരി കമ്മീഷന്റെ ശുപാർശ നടത്തി താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് 1ഉം 4ഉം ആണ് കേട്ടോ. സോറി, 1ഉം 4ഉം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ചന്ദ്രയാൻ 1, മംഗൾയാൻ, ഗഗൻയാൻ, ചന്ദ്രയാൻ 2. ഇതിലേതാണ്? ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി എന്ന് പറയുന്നത്. ഗഗൻയാനാണ് കേട്ടോ. ഗഗൻയാൻ മാറിപ്പോരുത്. മംഗൾയാനും ഗഗൻയാനും മാറിപ്പോരുത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്താക്കിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ അനന്ത, ഓപ്പറേഷൻ സഫേദ് സഗർ, ഓപ്പറേഷൻ മേഘദൂത്. ഏതാണ്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിലാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ നടന്ന ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. ഇന്ത്യൻ വ്യോമസേന നടത്തിയതാണ് കേട്ടോ. 2024 ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. മനു ഭാക്കർ, OA ജിൻ, കിം ജെയി, വെറോണിക്ക. ആരാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത്?
മനു ബാക്കറാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക്, സസ്കാർ, കാരക്കോറം, സിവാലിക്ക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക്, സസ്കാർ, കാരക്കോറം, സിവാലിക്ക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറത്താണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ്, അലുമിനിയം, സിങ്ക്, സൾഫർ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. പാമ്പാടും ചോലയുടെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാലും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003, 2002, 2001, 2004. 2003 പാമ്പാലും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.18 ദശലക്ഷം, 3.28 ദശലക്ഷം, 3.38 ദശലക്ഷം, 3.08 ദശലക്ഷം. ഏതാണ് ആൻസർ വരുന്നത്? 3.28 ദശലക്ഷമാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, ചരൺ സിംഗ്, ഇന്ദിരാഗാന്ധി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച മികച്ച നടനായി തിരഞ്ഞെടുത്തത്? 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി പ്രഖ്യാപിച്ചത് മമ്മൂട്ടിനെയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്. ആരാണ്? ഓസ്ട്രേലിയയാണ് 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിച്ച വർഷം? 2016, 2017, 2018, 2019. ഏത് ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിച്ച വർഷം? 2018 കേട്ടോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? മല്ലി, രേഷ്മ, സുമതി, കിരൺ. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആരാണ്? മല്ലി, രേഷ്മ, സുമതി, കിരൺ. ആരാണ്? സുമതിയാണ് കേട്ടോ. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 10%, 25%, 30%, 35%. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. കേരളത്തിന്റെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കോട്ടയം. കേരളത്തിന്റെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? അഷ്ടമുടി, ശാസ്താംകോട്ട, വെള്ളയാണി, വേമ്പനാടി. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ എന്ന് പറയുന്നത് അഷ്ടമുടി, ശാസ്താംകോട്ട, വെള്ളയാണി, വേമ്പനാട്. ഏത് കായലാണ് എഫ് ആകൃതിയിലുള്ളത്? ശാസ്താംകോട്ട കായലാണ്. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ സംരക്ഷിത ജീവിതങ്ങളെയും ചേരുംപടി ചേർക്കുക. റീഡ് തവളകൾ, സൈലന്റ് വാലി, ചാമ്പൽ മലയണ്ണാൻ, ഇരവികുളം, സിംഹാലൻ കുരങ്ങ്, ചിന്നാറ്, വരയാട്, കക്കയ. താഴെ പറയുന്നവയെ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് പറയുന്നത് ഏതാണ്? സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് റീഡ് തവളകൾ വരുന്നത് എവിടെയാണ്? കക്കയത്തും. ചമ്പൽ മലയണ്ണാൻ വരുന്നതെന്ന് പറയുന്നത് ചിന്നാറും. സിംഹാലൻ കുരങ്ങ് വരുന്നത് സൈലന്റ് വാലിയിലും. വരയാട് വരുന്നതെന്ന് പറയുന്നത് എവിടെയാണ്? ഇരവികുളത്തുമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഇന്ദിരാകോളും ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റുമാണ്. ഇവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഏതാണ്? എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214, ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 പൂർവ്വ രേഖാംശയും, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഇന്ദിരാകോളം എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ് എന്നും അറിയപ്പെടുന്നു.
ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുട്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബംഗ്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2ഉം 4ഉം മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്ന് പറയുന്നത്. പെരിയാറിൻ്റെ നീളം എത്രയാണ്? 225 കിലോമീറ്റർ, 325 കിലോമീറ്റർ, 235 കിലോമീറ്റർ, 335 കിലോമീറ്റർ. പെരിയാറിൻ്റെ നീളം എത്രയാണ്? 335 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഡൗട്ട് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇതാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്? ഏതാണ്? 1ഉം 3ഉം ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. അതായത് സംസ്ഥാനത്തെ കൗൺസിൽ എന്നറിയപ്പെടുന്നതും ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയോ അല്ല എന്ന് പറയുന്ന ലോകസഭ എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് സാമ്പത്തികവും സാമൂഹികമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഏതാണ് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചേരുന്നത്? എൻ്റെ ആൻസർ നൽകിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 45 ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. വരാഹമിഹിരൻ, വിക്രമോർവശിയം, കാളിദാസൻ ലഘുജാതകം, വിശാഖദത്തൻ മൃച്ഛകടികം, ശുദ്രകൻ മുദ്രരാക്ഷസം. ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഏതാണ് കറക്റ്റായിട്ടുള്ള ചേരുംപടി എന്ന് പറയുന്നത്? ബി ആണ് കറക്റ്റായിട്ടുള്ള ചേരുംപടി എന്ന് പറയുന്നത്. 1 ബി. വരാഹമിഹിരൻ എന്ന് പറയുന്നത് എന്താണ്? ലഘുജാതകമാണ്. കാളിദാസൻ്റെ എന്ന് പറയുന്ന വിക്രമോർവശിയമാണ്. വിശാഖദത്തൻ എന്ന് പറയുമ്പോൾ മുദ്രരാക്ഷസവും ശുദ്ധകൻ എന്ന് പറയുന്നത് മൃച്ഛകടികവുമാണ്. കൃത്രിമോപകരണം ആദിത്യം L1 വിക്ഷേപിച്ച വാഹനം PSLV C57, LVM 3M4, PSLV C55, PSLV C56. ഏതാണ്? PSLV C57 ആണ്. സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് എമേൽ ദുർക്കിം, കാൾ മാക്സ്, അരിസ്റ്റോട്ടിൽ, അഗസ്ത്യ കോംതെ. ആരാണ് സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത്? അഗസ്ത്യ കോംതെ ആണ് എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഏഷ്യ, തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്കയിൽ നിന്നായിരുന്നു. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടവും എന്നതാണ് 2023 ലാസ്റ്റ് ദിന സന്ദേശം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ജലദിനം, വനദിനം, മണ്ണ് ദിനം, പരിസ്ഥിതി ദിനം. ഏതാണ്? മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗലാണ് കേട്ടോ. ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഘാന പോർച്ചുഗലാണ് ആൻസർ എന്ന് പറയുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് എലിനോർ ഓസ്ട്രോം, എസ്ട്രം ഡഫ്ലോ, ക്ലോഡിയ ഗോർഗിൽ, ലൂലിയൻ. ആർക്കാണ് കിട്ടിയത്? ക്ലോഡിയ ഗോൾഡിനാണ് കിട്ടിയത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഏതാണ് ശരിയായിട്ടുള്ളത്? 3ഉം ശരിയാണല്ലേ. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, വില്ലസുകൾ കാണപ്പെടുന്നു, ജലവും ലവണവും ആഗിരണം ചെയ്യുന്നതും എവിടെയാണ്? ചെറുകുടലിലാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വൈറ്റമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈറ്റമിൻ എ ആണ് അല്ലേ. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നത് ഏതാണ്? കാപ്പി, നാളികേരം, നെല്ല്, കുരുമുളക്. ഏതാണ് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത്?
എൻ്റെ ആൻസർ നൽകിയിട്ടില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. 55 കേട്ടോ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1998, 1986, 1982, 1988. ഏത് വർഷമാണ്? 1988 ദേശീയ വന നിയമം വന്നത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? IUCN, SPCA, WWF, UNEP. ഏതാണ് റെഡ് ഡാറ്റ സ്ഥിരീകരിച്ചത്? IUCN ആണ് കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? സൗദി അറേബ്യയാണ്. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്? ZIS. രാജ്യത്തെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? ZIG ആണ് കേട്ടോ, സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കാം. സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഏതാണ് ആൻസർ വരുന്നത്? സോഡിയം ക്ലോറൈഡ് ആണ് നമ്മുടെ കറിയുപ്പ് എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപമാണ് രാസോർജം, പ്രകാശോർജം, വൈദ്യുതോർജം? ഒന്നുമല്ല. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപം ഏതാണ്? രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപം എന്ന് പറയുന്നത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സിന് താഴെയാണ്, 20,000 ഹെർട്സിന് മുകളിലാണ്, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. പരിധിയില്ല. 20നും 20,000 ഇടയിലാണ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതായിരിക്കും ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ള ആറ്റം എന്ന ചെറുകണങ്ങളാണ്. വിവിധ മൂലകങ്ങൾ ആറ്റം വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ്. രാസപ്രവർത്തനത്തെ വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളത്? 2 മാത്രമാണ് ശരി. എല്ലാ അയിരും ധാതുക്കളാണ് കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂകരം, വരൾച്ച പ്രതിരോധം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. ഏതാണ്? 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എത്ര പേർക്കാണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എത്ര പേർക്കാണ്? 3 പേർക്കാണ് 2023 രസതന്ത്ര നോബൽ പ്രൈസ് കിട്ടിയത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പാൻക്രിയാസ്, കരൾ, തൈമസ്, പിറ്റ്യൂട്ടറി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പാൻക്രിയാസ്, കരൾ, തൈമസ്, പിറ്റ്യൂട്ടറി. ഏതാണ്? മനുഷ്യ ശരീരത്തിലെ കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് കേട്ടോ. താഴെ പറയുന്നതിൽ പ്രോട്ടോസോക രോഗം ഏത്? ക്ഷയം, മലമ്പനി, എലിപ്പനി, എയ്ഡ്സ്. ക്ഷയമുണ്ട്, മലമ്പനി ഉണ്ട്, എലിപ്പനി ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്. മലമ്പനിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് കെരാറ്റിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ. കെരാറ്റിൻ ഉണ്ട്, ആൽബുമിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം BCG, ECG, EEG, EAG. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് BCG, ECG, EEG, EAG. ഏതാണ്? EEG ആണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടൊപ്പം അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കാർസാപ്പ്, നാപ്പ്, NMR, KVASU, AMR. കാർസാപ്പ് ആണ് കേട്ടോ.
സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത. കോശദ്രവ്യം, അന്തർദ്രവ്യജാലിക, പ്ലാസ്മോഡേറ്റ, പ്ലാസ്മാസ്തരം. ഏതാണ്? പ്ലാസ്മോഡേറ്റയാണ്. അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക, നെഗ്ലേറിയ ഫൗലേറി, ന്യൂമോകോക്കസ്, മൈക്കോബാക്ടീരിയം. എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക, നെഗ്ലേറിയ ഫൗലേറി, ന്യൂമോകോക്കസ്, മൈക്കോബാക്ടീരിയം. ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയാണ് കേട്ടോ. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ആർദ്രം, അതീതം, അമൃതം, അഭയം. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? ആർദ്രമാണ്. ആർദ്രം അമൃതം അല്ലേ ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ദെൻ അടുത്തത്, ശ്വാസകോശത്തെ ആവരണം കാണുന്ന ഇരട്ടസ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്തരം. പെരികാർഡിയം, പ്ലൂറ, കൺജങ്ക്റ്റൈവ, ശ്ലേഷ്മരം. ഏതാണ്? പ്ലൂറയാണ് കാണുന്നത് കേട്ടോ. താഴെ പറയുന്നതിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നതിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഏതാണ് ആൻസർ വരുന്നത്? 2ഉം 4ഉം ശരിയാണ് കേട്ടോ. 2ഉം 4ഉം ശരിയാണ്. അതായത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നതും പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നതും പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? നിലമ്പൂരാണ്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഐ തിങ്ക് വസൂരി ആണെന്ന് തോന്നുന്നു. ഡൗട്ടാണ്. നമുക്കൊന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം? ഗുജറാത്ത്, ആസാം, സിക്കിം, ഒറീസ. ബി ആസാമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് ആസാമിലാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? കേരളം, ഗുജറാത്ത്, നാഗാലാൻഡ്, ബീഹാർ. കേരളം, ഗുജറാത്ത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആദ്യമായിട്ട് വന്നത് നാഗാലാൻഡിലാണ് കേട്ടോ. ഇനി അടുത്ത മാത്സിലേക്കാണ്. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക. നിങ്ങളൊന്ന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏതാണ്? പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏതാണ്? 8, 7, 3 പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത്. 5 + 2 × 3 - 1/2 × 6 എത്രയാണ്? 8. 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയാണ്? ആൻസർ കൊടുത്തിട്ടില്ല കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ഏതാണ്? 17/5 വലിയ സംഖ്യ. 1.1 × 1.11 വില കാണുക. 1.1 × 1.11 വില 1.221 ആണ്. √(x/221 = 2) ആയാൽ എക്സിന്റെ വില എന്ത്? 884. 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 27. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്രയാണ്? 8000 രൂപ. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 600 km/h വേഗതയിൽ തിരിച്ചും ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? 48. 2, 11, 32. അടുത്തത് ഏതാണ്? 71 ആണ്.
ഒറ്റയാനാര് 36, 47, 42, 35. ആൻസർ കൊടുത്തിട്ടില്ല. 1,00,000 എത്ര നൂറുകളുണ്ട്? 1,00,000 എത്ര നൂറുകളുണ്ട്? 1000 നൂറുകൾ. അപ്പുവിൻ്റെയും അമ്മയുടെയും പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? 3. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 15-ാമതും ആണെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? 23 പേര്. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം? 2026, 2048, 2031, 2052. 2052. 3+6+9+90 എത്രയാണ്? 1395. എയും ബിയും അച്ഛനാണ്, സിയും ഡിയും സഹോദരനാണ്, ഇയും സിയും അമ്മയാണ്, ബിയും ഡിയും സഹോദരന്മാരാണ്. ഇക്കും എയുമായുള്ള ബന്ധം എന്താണ്? എന്താണ് ആൻസർ? ഭാര്യ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോഴ്സ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും? നൈഫ് എന്നായിരിക്കും കേട്ടോ. ചിഹ്നങ്ങൾ ഡിവൈഡഡ് എന്നാൽ ഇൻറ്റു എന്നും മൈനസ് എന്നാൽ പ്ലസ് എന്നും പ്ലസ് എന്നാൽ മൈനസ് എന്നും ഇൻറ്റു എന്നാൽ ഡിവൈഡഡ് എന്നുമാണെങ്കിൽ 4/3 - 2 + 6 × 3യുടെ വില എത്രയാണ്? എത്രയാണ് വരുന്നത്? 12. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? X + Y ആയിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അറ്റൻഡ് ചെയ്യുക. മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക ആൻസേഴ്സ് കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.